പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഫെബ്രുവരി മാസം 27-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ഇതൊന്ന് ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചു, രോഗങ്ങളിൽ നിന്ന് വിടുവിച്ചു, നമ്മുടെ ആവശ്യങ്ങളെല്ലാം കൂട്ടായിട്ടിരുന്നു. യഹോവ ഇരയായി നമ്മുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ സഹായിച്ച കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. പോയ രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചില്ലേ? ആരോഗ്യത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചില്ലേ? കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറയാമോ? സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഞാൻ കിടന്നുറങ്ങി, കർത്താവ് എന്നെ താങ്ങിയത് കൊണ്ടാണ് ഞാൻ എഴുന്നേറ്റെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പറ, അങ്ങനെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് കൈപിടിച്ച് നടത്തും. ആമേൻ. വിശ്വാസത്തോടെ കണ്ടാട്ട് കർത്താവ് കൈപിടിച്ച് നടത്തും. ഹല്ലേലൂയ. കർത്താവ് കൈപിടിച്ച് നടത്തും. താങ്ക് യു അപ്പാ. നല്ല പിതാവായി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ കൈപിടിച്ച് നടത്തുന്ന യഹോവ ക്ഷമയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ട്, നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ട്. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. 54-ാം സങ്കീർത്തനം പറയുന്നു, അതിൻ്റെ 4-ാമത്തെ വാക്യം, ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു, കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. സ്വമേധാദാനത്തോടെ ഞാൻ കർത്താവിന് ഹനനയാഗം കഴിക്കും. യഹോവേ, അങ്ങയുടെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാനതിനെ സ്തോത്രം ചെയ്യും. 7-ാമത്തെ വാക്യം, കർത്താവ് എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു, എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താണ്. ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല മനോഹരമായ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് സ്തോത്രം. ഓരോരുത്തരെയും വ്യക്തിപരമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഈ പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ തൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ അവർ ദൈവിക നന്മകൾ അനുഭവിക്കട്ടെ. രോഗികളായി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശിരസ്സു മുതൽ ഉള്ളങ്കാൽ വരെ നസ്രനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസ്രനായ യേശുവിൻ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പ്രത്യേകിച്ച് എല്ലാ തരത്തിലുള്ള ബോൺ ഡിസീസുകളും അസ്ഥികൾ തമ്മിലുള്ള രോഗങ്ങളും ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അസ്ഥി പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നു, ഒടിഞ്ഞു പോകുന്നു, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ പരിപൂർണ സൗഖ്യത്തിലേക്ക് വരട്ടെ, പരിപൂർണ സൗഖ്യത്തിലേക്ക് വരട്ടെ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. പൂർണ്ണ സൗഖ്യം കൊടുത്ത് ഈ പ്രഭാതത്തിൽ അസ്ഥികളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കണം. അസ്ഥിക്കകത്തുള്ള വേദന കുത്തിപ്പറിക്കുന്നത് പോലുള്ള വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഏതു വിധത്തിലുള്ള അസ്ഥി രോഗങ്ങളാണെങ്കിലും, എല്ലുകളുടെ മേലുള്ള രോഗങ്ങൾ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, തൻ്റെ കുഞ്ഞുങ്ങളുടെ സകല ആവശ്യങ്ങളിലും യഹോവ ഇരയായി കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം. സാമ്പത്തിക ആവശ്യങ്ങളാണെങ്കിലും, കുടുംബജീവിതത്തിലെ ആവശ്യങ്ങളാണെങ്കിലും, കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളാണെങ്കിലും എല്ലായിടത്തും കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ബോർഡ് എക്സാംസിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. പ്രത്യേകിച്ച് 10th and 12th ഗ്രേഡുകാരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തതിനായിട്ട് സ്തോത്രം ചെയ്തു. കർത്താവിന് വേലയിലായിരിക്കുന്ന കർത്തദാസന്മാരെയും ദാസിമാരെയും ലോകമെമ്പാടും ആയിരിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കണം. അപ്പോൾ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സഭായോഗങ്ങൾ അനുഗ്രഹപൂർണ്ണമായി തീരുടെ വലിയ ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ഹിതമായാൽ ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളതിൽ പങ്കെടുക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് അനുഗ്രഹമാകുകയുള്ളൂ. അതുകൊണ്ട് വളരെ പ്രിപ്പയർഡായിട്ട് പ്രാർത്ഥിച്ച് ഇന്നത്തെ സഭായോഗത്തിൽ പങ്കെടുക്കുക. ഇന്ത്യൻ സമയം 8 മണി മുതൽ. ആമേനാണ്. കർത്താവ് കൂട്ടായിട്ടിരിക്കട്ടെ. ആമേൻ. ഈ പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം, അതിൻ്റെ ആദ്യ ഭാഗം നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, നിങ്ങൾ ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യണം.
ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യണം, അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്യണം. അതും അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ചെയ്യണം. മലയാളത്തിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ഗൗരവത്തോടെ ചെയ്യണം. ആമേൻ. കർത്താവ് ഒരിക്കലും നമ്മൾ ഏത് കാര്യമാണെങ്കിലും ഒരു പകുതി ഹൃദയത്തോടെ ചെയ്യുന്നതിനെ കർത്താവ് യോജിക്കുന്നില്ല. അതിന്മേൽ കർത്താവിൻ്റെ അനുഗ്രഹം വരത്തില്ല. ഗൗരവമില്ലാത്ത ജീവിതം വളർച്ച കാണില്ല. അതായത് ഗൗരവത്തോടെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ വളർച്ച കാണാൻ കഴിയത്തുള്ളൂ. ഈ സദൃശവാക്യം 22-ാം അധ്യായത്തിൽ അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള മനുഷ്യനെ നീ കണ്ടിട്ടുണ്ടോ? അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും. അപ്പം നമ്മുടെ മുന്നേറ്റം അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ച എന്ന് പറയുന്നത് കർത്താവ് എപ്പോഴും നമ്മൾ പറയും പ്രാർത്ഥിച്ചുകൊണ്ടെങ്കിൽ ഇരുന്നാൽ മതി, പോരാ. പ്രാർത്ഥന മാത്രം പോരാ, വിശ്വാസമുണ്ടോ നിൻ്റെ പ്രവൃത്തി കാണിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം എന്നാ വേണ്ടി അതൊരു ഗൗരവമുള്ള പരിശ്രമം കൂടെ നമ്മുടെ ഉള്ളിൽ നിന്ന് വേണം. നമുക്ക് ഏത് കാര്യത്തിലും വളരണമെങ്കിൽ, ഉയർച്ച പ്രാപിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാകണം. നമ്മൾ അതിനകത്ത് ഗൗരവത്തോടു കൂടെ ചെയ്യണം. എങ്കിൽ മാത്രമേ ദൈവിക വളർച്ച ഉണ്ടാകുകയുള്ളൂ. 1 തീമോഥെയോസിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ഇവയെ ധ്യാനിച്ചു കൊള്ളണം, നീ അവയിൽ മുഴുകിക്കൊള്ളണം, നിൻ്റെ വളർച്ച എല്ലാവർക്കും വ്യക്തമാകട്ടെ. അപ്പം അതിനകത്ത് നീ എന്ത് ചെയ്യണം? നീ അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കണം. ചെയ്യുന്ന കാര്യത്തിൽ 100% ഇൻവോൾവ് ആയിരിക്കണം. ആമേൻ. മുഴുവൻ മനസ്സോടുകൂടെ നമ്മൾ ചെയ്യണം. ആമേൻ. എങ്കിൽ മാത്രമേ നമുക്ക് പുരോഗതി പ്രാപിക്കാൻ കഴിയുള്ളൂ. എന്ത് കാര്യമാണെങ്കിലും, ചെറുതായിക്കോട്ടെ, ആമേൻ, വലുതായിക്കോട്ടെ, ഏത് കാര്യത്തിനകത്താണെങ്കിലും നമുക്ക് പുരോഗതി വേണമെങ്കിൽ അതിനകത്ത് നമ്മൾ ഇൻവോൾവ് ആകണം. ആത്മാർത്ഥമായി ചെയ്യണം. ആത്മീകമായ കാര്യമായാലും കൊള്ളാം, ഭൗതികമായ കാര്യമായാലും കൊള്ളാം. ഉയർച്ച പ്രാപിക്കണമെങ്കിൽ നാം ഗൗരവമുള്ളവരായിരിക്കണം. ദൈവം നമ്മുടെ സാധ്യതകളെ, ആമേൻ, ദൈവം നമ്മുടെ വിശ്വസ്തതയും ഉത്തരവാദിത്വത്തെയും നോക്കുന്നു. നമ്മുടെ കാര്യങ്ങൾ കർത്താവ് നോക്കും. നമ്മൾ എത്ര വിശ്വസ്തയോടാണ് ചെയ്യുന്നത്, നമ്മൾ എത്ര ഉത്തരവാദിത്വത്തോടാണ് ചെയ്യുന്നത്. ഇത് കർത്താവ് വളരെ ഇൻട്രസ്റ്റോടെ നോക്കും. ശുശ്രൂഷയായാലും കൊള്ളാം, വിദ്യാഭ്യാസമായാലും കൊള്ളാം, ജോലി ആയാലും കൊള്ളാം, ബിസിനസ് ആയാലും കൊള്ളാം. എന്ത് വേണം? നമുക്ക് അതിനകത്ത് ഉന്മേഷവും ഉത്തരവാദിത്വവും വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. ഇപ്പം ഒത്തിരി പേർക്ക് ആത്മീകമായിട്ട് വളരണമെന്ന് ആഗ്രഹമുണ്ട്. അഭിഷേകം പ്രാപിക്കണം, വെളിപ്പാട് പ്രാപിക്കണം, ഭയങ്കര ആത്മീക അധികാരം വേണം. ആമേൻ. അങ്ങനെ ആകുന്നുവെങ്കിൽ നമ്മൾ ആത്മീക കാര്യത്തിൽ ഗൗരവമുള്ളവരായിരിക്കണം. പ്രാർത്ഥനയിൽ ഗൗരവമുള്ളവരായിരിക്കണം. വചനത്തിൽ, ആമേൻ, വചന ധ്യാനത്തിൽ സ്ഥിരത കാണിക്കുന്നവരായിരിക്കണം. വിശുദ്ധ ജീവിതത്തിൽ ജാഗ്രത പുലർത്തുന്നവരായിരിക്കണം. പക്ഷേ ചിലർ ഇത് ഒരു പ്രസംഗം കേൾക്കുമ്പോൾ അന്ന് ഭയങ്കര പ്രാർത്ഥനയായിരിക്കും, കുറച്ച് ദിവസം വചനം ധ്യാനിക്കും, പിന്നെ ഭയങ്കര പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഈ സൂര്യൻ അസ്തമിക്കുന്ന പോലെ പുറകോട്ടങ്ങ് പോകും. അങ്ങനെ പോകരുത്. അങ്ങനെ പോയ ഒരു കാര്യവുമില്ല. ആമേൻ. പ്രാർത്ഥനയ്ക്ക് ഉത്തരവാദിത്വം കാണിക്കണം. വളരെ ഗൗരവത്തോടെ സീരിയസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ ദാനിയേലിനെ നോക്കുമ്പോൾ, ദാനിയേൽ എന്ത് ചെയ്തു? 1-ാം അധ്യായത്തിൽ തന്നെ അശുദ്ധനാക്കാതിരിക്കാൻ ദാനിയേൽ തന്നെ പരിശ്രമം നടത്തി. ഗൗരവമുള്ളൊരു തീരുമാനം ദാനിയേൽ എടുക്കുവാൻ തയ്യാറായി. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? കർത്താവിൻ്റെ കരം കൂടെ ഇരുന്നു. അപ്പോൾ ഇതുപോലെ ആത്മീകമായ വളർച്ച വേണമെങ്കിലും നമ്മൾ സ്വയമേ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും അതിനെ സീരിയസ് ആയി കാണുകയും ഗൗരവത്തോടെ കാര്യങ്ങൾ ചെയ്യണം. ഭൗതികമായ അനുഗ്രഹമാണെങ്കിലും, ബിസിനസ് ആണെങ്കിലും, ജോലിയാണെങ്കിലും അവിടെ നമ്മൾ കഴിവ് മെച്ചപ്പെടുത്തണം. നമ്മൾ ഇവിടെ നോക്ക്, ഇപ്പം ജോലി, ഞാൻ പണ്ട് MBA പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യുക, അങ്ങനല്ല. ഈ കാലഘട്ടത്തിൽ എന്തൊക്കെ പുതുതായിട്ട് ടെക്നോളജി വന്നോ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. അത് നമ്മൾ പഠനം തുടർന്നുകൊണ്ടേയിരിക്കണം. നമ്മുടെ ടാലൻറ്റുകളെ, കഴിവുകളെ മെച്ചപ്പെടുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ കണ്ടെത്തണം. അതിന് ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യണം. എവിടെ ജോലി ചെയ്യുന്നു അവിടെ നമ്മൾ ഉത്തരവാദിത്വം എടുക്കാൻ തയ്യാറാകണം. അവിടെ നമ്മൾ ഇൻവോൾവ് ആകണം. അപ്പോഴാണ് നമുക്കവിടെ ഉയർച്ച ഉണ്ടാകുന്നത്. നമ്മൾ വിലപ്പെട്ട വ്യക്തികളെയാണ് എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത്. വിലയില്ലാത്തവനെ ആരും പ്രൊമോട്ട് ചെയ്യത്തില്ല. അപ്പോൾ എങ്ങനെ നമ്മൾ വിലപ്പെട്ടവരാകും? ജോലി സ്ഥലത്ത് വിലപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ ചെയ്യുന്നതിൽ നമ്മൾ നല്ല ഉത്തരവാദിത്വത്തോടെ ചെയ്യണം. അത് നമ്മൾ ആ ചെയ്യുന്ന സ്ഥാപനത്തിന് ലാഭകരമാക്കി ചെയ്യണം. 3, നമ്മൾ ആ ചെയ്യുന്നതിന് നമ്മൾ ഉത്തരവാദിത്വം എടുക്കാൻ തയ്യാറാകണം. നമ്മൾ അവരാരെങ്കിലും ചെയ്തോട്ടെ എന്നല്ല, നമ്മൾ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്കവിടെ പ്രൊമോഷൻ കിട്ടുന്നത്, ഇല്ലേ? അതുകൊണ്ട് ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അത് ഇന്ന് പ്രഭാതത്തിൽ എന്ത് ചെയ്യണം? ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യണം. അത് ആത്മീകമായാലും ഭൗതികമായാലും വിദ്യാഭ്യാസത്തിലായാലും ഉത്തരവാദിത്വത്തോടെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. ആമേൻ. ഒരു വിത്തിട്ട് വെള്ളം കൊടുക്കാതെ പരിപാലനമില്ലാതെ വെച്ചാൽ അത് വളരുകയില്ല. അതുപോലാണ് ആഴ്ചയിൽ ഒരു പ്രാർത്ഥന മാത്രം ആ വലിയ ആത്മീക ശക്തി നൽകുകയില്ല. വെള്ളം കൊടുത്തുകൊണ്ടേയിരിക്കണം, പരിപാലനം കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് ആത്മീക കാര്യത്തിലും
ആമേൻ. ഭൗതിക കാര്യത്തിൽ എങ്കിലേ വളർച്ച പ്രാപിക്കുവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പഠിക്കുന്ന മനസ്സുള്ളവരായിരിക്കണം, ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കണം. അപ്പം കർത്താവ് എന്ത് ചെയ്യും? അധികം കാര്യത്തിൽ വിശ്വസ്തരാക്കി മാറ്റും, അധികം കാര്യത്തിൽ കാര്യസ്ഥനാക്കി മാറ്റും. ഞാൻ നിങ്ങളെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുന്നു, ഈ ദിവസങ്ങൾ നിങ്ങളുടെ പ്രൊമോഷൻ്റെ ദിവസങ്ങളായി തീരട്ടെ, നിങ്ങൾ ഗൗരവമുള്ളവരായി തീരട്ടെ. ആമേൻ. ആത്മീകമായും ഭൗതികമായും നിങ്ങൾ വളർച്ച പ്രാപിക്കട്ടെ. ആമേൻ. ദൈവം എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചോളും എന്നുള്ള ബോധത്തോടല്ല ഇരിക്കുന്നത്. ദൈവശക്തിയാൽ ഞാൻ എഴുന്നേൽക്കും, അതിന് കർത്താവ് എനിക്കെന്ന കൃപ ഉപയോഗിക്കും എന്ന ബോധ്യത്തോടെ മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രൊമോഷൻ്റെ സമയം, നിങ്ങളുടെ ഉയർച്ചയുടെ സമയം അടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഈ സന്ദേശം നിങ്ങളിന്ന് കേട്ടത്. ആമേൻ. കർത്താവ് നിങ്ങളെ അടുത്ത ലെവലിലേക്ക് കയറ്റുവാൻ ആഗ്രഹിക്കുന്നു. ആ കാരണത്താലാണ് ഈ മെസ്സേജ് നിങ്ങളുടെ കാതുകളിലെത്തിയത് കേട്ടോ. കർത്താവ് നിങ്ങളെ ഉയർത്തട്ടെ ഈ ദിവസങ്ങളിൽ. അതിന് നിങ്ങൾ കർത്താവിനോട് കോപ്പറേറ്റ് ചെയ്യുക, കർത്താവിൻ്റെ പാർട്ട്ണറായി നിൽക്കുക. അസാധാരണമായ ഉയർച്ചയ്ക്ക് നിങ്ങൾ ഭാഗമായി തീരട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തോന്നിയോ? എങ്കിൽ ആർക്കെങ്കിലും 1-2 പേർ കൂടെ അയച്ചു കൊടുക്കുക, അവരോട് കേൾക്കട്ടെ, കുശുമ്പില്ലാത്തവരായി മാറുക, അവരും ഉയർച്ച പ്രാപിക്കട്ടെ. അമ്മേൻ. കരങ്ങൾ ഉയർത്തി പറ, കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ്, വി ആർ highly favored. God bless you, God bless you, God bless you.